എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. അതായത് മമ്മൂട്ടിയുടെ ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറും പ്രസൻറ്റ് ചെയ്ത രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കഥ നോക്കുകയാണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയ രീതി വെച്ച് നോക്കിയാലും എനിക്കത്ര എൻഗേജിങ് ആയിട്ടോ എനിക്കത്ര പുതുമയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. എനിക്കത് പേഴ്സണലി ഒട്ടും വർക്കായില്ല. കോമഡി പ്ലേസ് ചെയ്ത രീതി നന്നായിട്ടുണ്ട്. കോമഡി ഭയങ്കര ഓർഗാനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡി എല്ലാം നല്ല രീതിയിൽ ലാൻഡ് ആയിട്ടുണ്ട്. മമ്മൂട്ടി അത് ചെയ്യുന്ന രീതി നല്ല രസമാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോൾ എനിക്കത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പേഴ്സണലി എനിക്കതാ ഒപ്പീനിയൻ. ഇത് GVM ഡയറക്റ്റ് ചെയ്തൊരു പടമാണെന്ന് തന്നെ തോന്നില്ല. കാരണം ടോട്ടലി വേറെ ഏതൊരു ഡയറക്ടർ ചെയ്തൊരു ഫീലാണ് കിട്ടുക. കാരണം നമ്മുടെ മനസ്സിലുള്ളൊരു സിനിമയുണ്ടല്ലോ GVM ചെയ്യുന്നൊരു ടൈപ്പ്, ഇത് അങ്ങനത്തെ ഒരു പടമേ അല്ല. ഒരു ഓർഗാനിക്കായിട്ട് തുടങ്ങി, എന്നാൽ ചില സമയത്ത് ഇത്തിരി ഓവർ ദ ടോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എനിക്കത്ര വർക്കായില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു 30 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ അതേ ട്വിസ്റ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അത്ര പേഴ്സണലി വർക്കായില്ല. തിയേറ്ററിൽ ഓടും, മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ പടം ഓടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കത്ര പുതുമ തോന്നിയില്ല. കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ പോലെ ഒരു ആക്ടറിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയിട്ട് ഇത്രയും ചെയ്താൽ പോരാ. നല്ലൊരു സിനിമ അർഹിക്കുന്നുണ്ട് ഈ ഒരു ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പക്ഷേ സിനിമ അത്ര ഇമ്പ്രസീവ് ആയില്ല. അതാണ് പ്രശ്നം. അത്രയ്ക്ക് സ്ക്രീൻ ടൈം അത് ഒരുപാടില്ല. പക്ഷേ കണ്ടിരിക്കാൻ രസമായിരുന്നു. പക്ഷേ കുറച്ചും കൂടിയൊക്കെ കൊടുക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ചും കൂടി ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാമായിരുന്നു. ഇതിൽ ചുമ്മാ മമ്മൂട്ടിനെ പ്രൈസ് ചെയ്യാന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു വ്യക്തിത്വം കൊടുത്തിട്ടില്ല. ചുമ്മാ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു ട്വിസ്റ്റ് വേണ്ടിയിരുന്നു. ഞാനതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ട്വിസ്റ്റ് റിവീൽ ചെയ്യാതെ തന്നെ പറയുകയാണെങ്കിൽ അവരങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം അവരെന്തോ വില്ലന്മാരായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇമ്പാക്റ്റ് ആ നല്ല രീതിയിലല്ല എടുക്കുക. അത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല.